ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫേസിലെ ഹെയർസ് റിമൂവ് ചെയ്യാനുള്ള ഒരു ഹെയർ റിമൂവൽ പൗഡറാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് ആക്ച്വലി നമ്മൾ ഇപ്പോൾ ലെഗിലും അതുപോലെ ഹാൻഡ്സിലും ഒക്കെയുള്ള ഹെയർ റിമൂവ് ചെയ്യാനായിട്ടുള്ള കുറേ പൗഡേഴ്സും കാര്യങ്ങളൊക്കെ എല്ലാവരും ചെയ്ത് കാണിക്കുന്നതാണ്. ഞാൻ എൻ്റെ ഫേസിലാണ് ഇത് അപ്ലൈ ചെയ്ത് കാണിക്കുന്നത്. സോ നിങ്ങൾക്ക് എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഇത്. ഞാൻ നിയർലി ഒരു 2-3 ഇയേഴ്സായിട്ട് യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റാണ്. വേറെ സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ ഒന്നും തന്നെ എനിക്ക് വന്നിട്ടില്ല. സോ ആ ഒരു പ്രൊഡക്റ്റാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ലാത്തി സമയം കളയണ്ട, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് നമ്മളിതാ ഇങ്ങനെ ഒരു ബൗൾ എടുത്ത് വയ്ക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള അത്ര എമൗണ്ട് പൗഡർ ഇടുക. ജസ്റ്റ് നമ്മളിത് വാട്ടറിലാണ് മിക്സ് ചെയ്യുന്നത്. സോ ഇതൊരു പേസ്റ്റ് പരുവത്തിലേക്കാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അത് കഴിഞ്ഞ് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക. ആദ്യം കുറച്ച് വെള്ളം മാത്രം ഒഴിക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിത് നല്ലൊരു പേസ്റ്റ് കൺസിസ്റ്റൻസി ആക്കിയിട്ട് നമുക്ക് ഡൈലൂട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ അതിങ്ങനെ ഒരു തിക്ക് കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഇതിനി നമുക്ക് നേരെ ഫേസിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ സാധനം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കത് അപ്ലൈ ചെയ്ത് ഞാൻ കാണിക്കാം. പിന്നെ അപ്ലൈ ചെയ്യുന്നതിന് മുന്നായിട്ട് ഇതുപോലെ ഒരു ഹെയർ ബാൻഡോ സംതിങ് വെക്കുക കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഹെയറിൻ്റെ ഏത് ഭാഗത്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ആ ഹെയർ എന്താണെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ആയിട്ട് പോകും. സോ ഹെയറിൻ്റെ ഭാഗത്ത് ഇപ്പോൾ നമുക്കിത് വേണ്ടാത്ത പോർഷൻ ആണെന്നുണ്ടെങ്കിൽ ഇത് വെച്ച് കൊടുത്ത് ഇത് പൊക്കോളും. അതല്ല നമുക്കത് അറിയേണ്ടതാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കുക. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ ഈ ഐബ്രോസിൻ്റെ ഈ വാലക്കില്ലേ, അതൊക്കെ സൂക്ഷിച്ചില്ലെങ്കിൽ ചുമ്മാ കട്ടായി പോകും. അതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതല്ലാണ്ട് ഇത് ഫേസിലിടുന്നതുകൊണ്ട് നമുക്ക് വേറെ അലർജിയോ കാര്യങ്ങളോ ഒന്നും വരില്ല. പിന്നെ എന്താണെങ്കിലും നമ്മൾ എന്ത് സംഭവം ഫേസിൽ ചെയ്യുമ്പോഴും നമ്മളൊരു പാച്ച് ടെസ്റ്റ് നടത്തിയിട്ട് മാത്രം അപ്ലൈ ചെയ്യാം കേട്ടോ. സോ നമുക്കിത് അപ്ലൈ ചെയ്ത് ഞാൻ കാണിക്കാം. ഇതിലാകപ്പാടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിൻ്റെ സ്മെല്ലാണ്. ഭയങ്കര പൊട്ട മണമാണ് ഇതിന്. ഒരു കെട്ട മണം എന്നൊക്കെ പറയില്ലേ, അങ്ങനെയാണ്. കണ്ണിൻ്റെ ഭാഗത്തേക്ക് അധികം ഇടണ്ട കേട്ടോ. ഫസ്റ്റ് നമ്മളിത് ഇടുമ്പോൾ ഒരു പുകച്ചിൽ പോലെയൊക്കെ തോന്നും. കാര്യമൊക്കെ ഉണ്ടോ, വലിയ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ സാധാരണ നമ്മൾ ഫേസ് മാസ്ക് ഒക്കെ അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഐബ്രോസ് ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് ഫേസിൽ കംപ്ലീറ്റ് ആയിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 15 to 20 മിനിറ്റ്സ് വെച്ചിട്ട് നമുക്കിത് വൈപ്പ് ചെയ്തിട്ടോ നോർമൽ വാട്ടറിൽ വാഷ് ചെയ്തോ കളയാം. വേറെ ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് ഇങ്ങനെ നോക്കിയിടുക. 15 to 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്തില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നോ റിസ്ക് നോ പെയിൻ, സിമ്പിളായിട്ട് ചെയ്യാം. പിന്നെ ഞാനിത് ആദ്യം ചെയ്തത്, എൻ്റെ ഒരു പരീക്ഷണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന പ്രൊഡക്റ്റിനകത്ത് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരുന്നത് ക്രമേണ ഹെയർ റിമൂവൽ ആവും എന്നാണ്, ഗ്രാജുവലി റിമൂവ് ആവുന്നുള്ള ഒരു ഡിസ്ക്രിപ്ഷനാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിത് ആദ്യം ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് ഗ്രാജുവലി ആവട്ടെ എന്നുള്ള ഒരു മൂഡിലാണ് ഞാനിത് ആദ്യം അപ്ലൈ ചെയ്തത്. പക്ഷേ ഞാൻ ഞെട്ടിപ്പോയി. എൻ്റെ ഫേസിലെല്ലാ ഭാഗ്യം ഞാനന്ന് ഐബ്രോസ് മേലൊന്നും ആവാഞ്ഞത്. ഫുള്ള് ഹെയർ എൻ്റെ റിമൂവ് ആയി പോയിട്ടുണ്ടായിരുന്നു. ഫേഷ്യൽ ഫുൾ കംപ്ലീറ്റ് ആയിരുന്നു. ചിലർക്കൊക്കെ ഈ അപ്പർ ലിപ്സ് ത്രെഡ് ചെയ്തെടുക്കാനായിട്ട് പെയിൻ ഉള്ളവരും അങ്ങനെ കാര്യങ്ങളുള്ളവരുണ്ടാവും. ബ്ലീച്ച് യൂസ് ചെയ്യുന്നവരുണ്ടാവും. ബ്ലീച്ചിനെക്കാട്ടിലും ഇവിടെ എഫക്റ്റീവ് ആണ് ഈ സംഭവം. നമുക്ക് വേറെ വേദന കാര്യങ്ങൾ ഒന്നും തന്നെയില്ല. അതിൻ്റെ ഒരു ചെറിയൊരു സ്മെല്ല് മാത്രം ഒരു പ്രശ്നമാണ്. അതൊഴിച്ചിട്ട് വേറെ ഒരു പ്രശ്നം, ഒരു സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ അപ്പം എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. ഞാൻ പറഞ്ഞാൽ ഒരു 2-3 ഇയേഴ്സായി ഞാനത് യൂസ് ചെയ്യുന്നു. മന്ത്ലി വൺസ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഇതുവരെ ഫേസിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഗൈസ്, ഇതൊരു 20 മിനിറ്റ്സ് കൊണ്ട് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വാഷ് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഫേസൊക്കെ വാഷ് ചെയ്ത് വന്നിരിക്കുകയാണ്. ശരിക്കും നിങ്ങൾ എൻ്റെ ഈ ലിപ്പിൻ്റെ അപ്പർ ലിപ്പിൻ്റെ സൈഡ് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാം. വീഡിയോ ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കുക. ഈ ഒരു ഒറ്റ ഭാഗം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാം ഈ ഹെയർ റിമൂവൽ എത്ര അടിപൊളിയാണെന്ന്. സോ വേറെ സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ ഒന്നും ഞാൻ വീണ്ടും പറയാണ് കേട്ടോ, എനിക്ക് വന്നിട്ടില്ല. സോ ധൈര്യസമേതം യൂസ് ചെയ്ത് നോക്കാം. പിന്നെ എപ്പോൾ ഈ ഒരു ക്രീം, ഈ ഒരു പൗഡർ യൂസ് ചെയ്ത് കഴിഞ്ഞാലും മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം കേട്ടോ. ഞാൻ ഇതിന് ശേഷം ജസ്റ്റ് മുൾട്ടാണി വെട്ടി ഒരു 5 മിനിറ്റ്സും കൂടി ഇട്ട് കൊടുക്കും, ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും. സോ അത് വേണമെങ്കിൽ ചെയ്താൽ മതി. ഞാനെന്തോ എനിക്ക് കുറച്ചും കൂടി ബ്രൈറ്ററായിട്ട് തോന്നും അങ്ങനെ ചെയ്യുമ്പോൾ. ആയതിനാൽ
അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒന്ന് വാങ്ങിച്ച് നോക്കൂ. നമുക്ക് വാക്സ് ചെയ്യുന്നതിനെക്കാട്ടിലും അല്ലെങ്കിൽ ത്രെഡ് ചെയ്തെടുക്കുന്നതിനെക്കാട്ടിലും സിമ്പിളല്ലേ. അപ്പോൾ നോ റിസ്ക് നോ പെയിൻ. അപ്പോൾ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. വേണ്ടുന്നവരെ കയറി ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.